എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാത്തിരിപ്പിന് വിരാമമിട്ട് ആ ഇതിഹാസം വീണ്ടും വരികയാണ്. പതറാത്ത നെഞ്ചുറപ്പും മായാത്ത പുഞ്ചിരിയുമായി ക്രിക്കറ്റിലെ ഒരേയൊരു രാജാവ് മഹേന്ദ്ര സിംഗ് ധോണി പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ ചെന്നൈയുടെ പടത്തലവൻ ടീം ബസിൽ കയറുമ്പോൾ ഇനി കളി മാറും, കളി നിയമങ്ങളും മാറും. ഹൈദരാബാദിന്റെ മണ്ണിൽ സിംഹഗർജനം മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. IPL 2026 ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഹൈദരാബാദിൽ നടക്കാൻ പോകുന്ന ആ മഹാപോരാട്ടത്തിലേക്കാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് MS ധോണി പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടാൻ ചെന്നൈയുടെ ടീം ബസിലേക്ക് തലഗമയോടെ കയറുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇളകിമറിഞ്ഞിരിക്കുകയാണ്. തലറെഡി എന്ന അടിക്കുറിപ്പോടെ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഹൈദരാബാദ് നിരയിൽ വലിയ ആശങ്കയാണുണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ തിരിച്ചടികൾക്ക് ശേഷം ചെന്നൈയുടെ വജ്രായുധം നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ അത് വെറുമൊരു തിരിച്ചുവരവല്ല, മറിച്ച് എതിരാളികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു മാസ് എൻട്രി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ധോണിയുടെ ഈ മടങ്ങിവരവ് വെറുമൊരു സാന്നിധ്യം മാത്രമല്ല, മറിച്ച് ടീമിന്റെ മൊത്തത്തിലുള്ള ഘടന തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ധോണി പ്ലേയിംഗ് 11ലേക്ക് എത്തുന്നതോടെ ടീമിലെ ചില താരങ്ങളുടെ സ്ഥാനം തെറിക്കുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മോശം പ്രകടനത്തിന്റെ പേരിൽ വിമർശനം നേരിടുന്ന പ്രമുഖ താരങ്ങൾ പുറത്തിരിക്കേണ്ടി വരുമ്പോൾ പകരം ധോണി നൽകുന്ന ആത്മവിശ്വാസം ചെന്നൈക്ക് വലിയ കരുത്താകും. സഞ്ജു സാംസൺ അടക്കമുള്ള വമ്പൻ താരങ്ങൾ ചെന്നൈ നിരയിലുണ്ടെങ്കിലും ധോണിയുടെ ആ പഴയ തന്ത്രങ്ങൾ തന്നെയാണ് കളിയിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. ഹൈദരാബാദിന്റെ തട്ടകത്തിൽ പാറ്റ് കമ്മിൻസിന്റെ നേതൃത്വത്തിലുള്ള കരുത്തരായ ടീമിനെ നേരിടുമ്പോൾ ധോണിയുടെ അനുഭവസമ്പത്തും ഫിനിഷിംഗ് പാടവവും ചെന്നൈക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ധോണിയുടെ ഓരോ നീക്കത്തിലും ഒളിഞ്ഞിരിക്കുന്ന തന്ത്രം എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. ഹൈദരാബാദിലെ ഗ്രൗണ്ടിൽ ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ വീണ്ടും മുഴങ്ങുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള ചെന്നൈ ആരാധകർ. ടീം മാനേജ്മെന്റ് ഔദ്യോഗികമായി പ്ലേയിംഗ് 11 പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ടീം ബസിലെ ധോണിയുടെ സാന്നിധ്യം വലിയ സൂചനകളാണ് നൽകുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ശക്തമായ ബൌളിംഗ് നിരയെ തകർക്കാൻ ചാണക്യതന്ത്രങ്ങളുമായി ധോണി ഇറങ്ങുമ്പോൾ ഹൈദരാബാദ് വിറയ്ക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം. ഓരോ പന്തിലും പുതിയ തന്ത്രങ്ങൾ മെനയുന്ന ധോണി വീണ്ടും ബാറ്റ് കൈയിലെടുക്കുമ്പോൾ IPL 2026 സീസണിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമാകും ഹൈദരാബാദിലേക്ക് ഒഴുകിയെത്തുക. ഈ പോരാട്ടത്തിൽ ധോണിയുടെ സാന്നിധ്യം ടീമിനെ വിജയത്തിലേക്ക് നയിക്കുമോ എന്നും ആരാകും പുറത്തുപോകുന്ന ആ നിർഭാഗ്യവാന്മാരായ താരങ്ങളെന്നും അറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. മഹേന്ദ്ര സിംഗ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സ് ടീം ബസിൽ കയറി കഴിഞ്ഞു. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ ചോദ്യങ്ങൾ ഉയരുന്നത്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഈ വരവ് വെറുമൊരു സാന്നിധ്യം മാത്രമാണോ, അതോ ആർക്കും അറിയാത്ത മറ്റൊരു വലിയ നീക്കം ചെന്നൈ ക്യാമ്പിൽ നടക്കുന്നുണ്ടോ എന്നത് വലിയ സസ്പെൻസാണ്. പ്ലേയിംഗ് 11ലേക്ക് മഹേന്ദ്ര സിംഗ് ധോണി എത്തുമ്പോൾ പുറത്തു പോകേണ്ടി വരുന്നത് ഏത് വമ്പൻ താരമായിരിക്കുമെന്നതും ആ യുവതാരത്തിന്റെ കരിയറിനെ ഈ മാറ്റം എങ്ങനെ ബാധിക്കുമെന്നതും ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. പലരും ഇത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ അവസാന അംഗമാണെന്ന് പറയുമ്പോഴും മത്സരത്തിന് ശേഷം അദ്ദേഹം മറ്റൊരു സർപ്രൈസ് പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ടോ എന്ന ചർച്ചകൾ ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ്. ഇതുപോലുള്ള തീപ്പാറുന്ന ക്രിക്കറ്റ് വാർത്തകളും വിശകലനങ്ങളും മിന്നൽ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.